ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അത് രാവിലെ തന്നെ അഞ്ജലി ആണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനിലാണ്. ഇനി ശ്യാം പോയി മുത്തശ്ശിയോട് സംസാരിച്ചിട്ട് വല്ല സമ്മതിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ പേടിച്ചാണ് നമ്മുടെ അഞ്ജലി നിൽക്കുന്നത്. അപ്പോഴാണ് ശ്യാം അങ്ങോട്ട് വരുന്നത്. എന്തായി ഏട്ടാ, മുത്തശ്ശിയോട് സംസാരിച്ചോ? ഓ എൻ്റെ ദൈവമേ, വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. താൻ പിടിച്ച മുയലിനെ 3 കൊമ്പെന്നാണ് ഇവിടെയുള്ളവരുടെ വിചാരം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഏട്ടാ, ഏട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത്? എന്താന്ന് വെച്ചാൽ പറ, മനുഷ്യന് ചുമ്മാ ടെൻഷൻ അടിപ്പിക്കാതെ എന്നൊക്കെ പറയുകയാണ് അഞ്ജലി. ഇത് കഴിഞ്ഞപ്പോഴേക്കും ദേ അഞ്ജലി, ഞാനൊരു കാര്യം പറയട്ടെ. ഈ നിന്റെ ഏട്ടൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിച്ചെടുത്തിട്ടല്ലേ തിരിച്ചു മടങ്ങി വരുള്ളൂ. അത്രയും നിനക്ക് വിശ്വാസം ഉണ്ടോ അഞ്ജലി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ആണെങ്കിൽ ആ ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ ആ കാര്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ദേ, ഈ ശ്യാം ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കും. അത് 100% സത്യം തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ മനോരമ അങ്ങോട്ട് വരുന്നത്. അപ്പം മനോരമ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുകയാണ്. ദൈവമേ, ഇവരെന്താ രഹസ്യം പറയുന്നത്? ഇനി മുത്തശ്ശിയുടെ കാര്യം വല്ലതും ആണോ? എന്തായാലും ഒന്ന് അറിയണമല്ലോ. ഏതായാലും അങ്ങോട്ട് ചെല്ലാം. ഹലോ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്താ ഇവിടെ രണ്ടുപേരും കൂടി സീക്രട്ട് മാറ്റർ എനിക്ക് കേൾക്കാൻ പറ്റിയത് വല്ല ആണോ? പിന്നല്ലാതെ, ആൻറ്റിയും കേൾക്കണം. ആൻറ്റിയും കൂടി കേൾക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഞങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ആഹാ, അപ്പം സീരിയസ് കാര്യമായിരിക്കും അല്ലേ? അതെ, സീരിയസ് കാര്യമാണ്. മുത്തശ്ശിയുടെ കാര്യമാണോ, ലാവണിയുടെ കാര്യമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേന്നേ, ആ കാര്യം തന്നെയാണ്. എന്തായി മോനെ, എന്തായി കാര്യങ്ങളെല്ലാം? മുത്തശ്ശി എന്താ പറഞ്ഞത്? ദേ, ആൻറ്റി എന്ത് വിചാരിക്കുന്നു? ഈ ശ്യാമോയും പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി സമ്മതിക്കുമെന്ന് അറിയാലോ. ഒരു കണക്കിന് മുത്തശ്ശിയെ കൊണ്ട് സമ്മതിപ്പിച്ചെന്നേ. ഇനി ലാവണ്യെ ഇവിടെ താമസിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട മനോരമയാണെങ്കിൽ എൻ്റെ മൈ ഗോഡ്, കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ലാവണ്യ ഈ വീട്ടിൽ വന്ന് താമസിക്കാന്നോ? അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? 4 പീപ്പിൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ എന്ന് മനോരമ പറയുകയാണ്. ഇത് കേട്ട ശ്യാമാണെങ്കിൽ അതല്ലാതെ വേറൊരു നിവൃത്തിയില്ല. കുഞ്ഞൻ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ലാവണ്യയുടെ കൂടെ പോയി താമസിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതിനേക്കാളും ഏറെ നാണക്കേടായി പോകില്ലേ? അതുകൊണ്ടാണ് ലാവണ്യെ ഇവിടെ താമസിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അഞ്ജലിയും പറയാണ്, അതെ ആൻറ്റി, അതല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ഇപ്പോൾ കുഞ്ഞൻ പോയി ലാവണ്യയുടെ കൂടെ പോയി താമസിച്ചു കഴിഞ്ഞാൽ നമുക്കും അത് മുഷിച്ചിലാവും. അത് നാട്ടുകാരും അതും ഇതും പറയുകയും ചെയ്യും. ആ കാര്യം പറഞ്ഞതും ശരി തന്നെയാണ്, അതും റൈറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞതെന്ന് ശ്യാമ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ പൊന്നു മോനെ, നിൻ്റെ കുറുക്കൻ്റെ ബുദ്ധിയാണ് കേട്ടോ. അതേന്നേ, നീ കുറുക്കൻ്റെ ബുദ്ധിയാണ്, ബലശാലിയാണ്, എല്ലാം കൊണ്ട് നീ പെർഫെക്റ്റ് ആണ് അല്ലേ? ഞാൻ പറഞ്ഞത് റൈറ്റ് അല്ലേ? ആൻറ്റി, യു ആർ റൈറ്റ് എന്നിങ്ങനെ പറയാണ്. താങ്ക് യു മോനെ. ഏതായാലും ലാവണ്യ ഇവിടെ താമസിക്കാനായിട്ട് വരട്ടെ. കുറച്ചുകൂടെ താമസിക്കുമല്ലോ. അതാകുമ്പോഴത്തേക്കും കുഞ്ഞിന് ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയില്ല, നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകുകയില്ല. ലാവണ്യ എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കട്ടെ. അതേതായാലും ശരി തന്നെയാണ്. അങ്ങനെ ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് മുത്തശ്ശിയെ ഇതാക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം എൻ്റെ മോന് വലിയൊരു രാജകുമാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട്. ഇതൊക്കെ ആ മുത്തശ്ശിയോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, തലേ കയറില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. എൻ്റെ മോനെ കൊണ്ട് വലിയൊരു രാജകുമാരിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയാണ്. അപ്പോൾ പ്രീതി ഇങ്ങനെ മുറ്റോ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുറ്റോ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ഓടി വന്നിട്ട് പരക്കമാഞ്ഞ് പോവുകയാണ്. അപ്പോൾ അമ്മായി വന്ന് ചോദിക്കുകയാണ്, ശ്രുതി നീ ഇത് എവിടെ പോവുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഞാൻ ഓഫീസ് വരെയും പോവുകയാണെന്നും പറയുകയാണ്. അപ്പോൾ പ്രീതി, നിനക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ലേ? എന്തിനാണ് വീണ്ടും ഓഫീസിലേക്ക് പോകുന്നത്? അതിൻ്റെ കാര്യം വല്ലതും ഉണ്ടോ? ഓഫീസിലേക്ക് പോകാൻ പാടില്ലെന്ന് നിനക്ക് അറിയില്ലേ? അപ്പോൾ അമ്മയാണെങ്കിൽ നിനക്ക് വല്ല മറവിയുണ്ടോ ശ്രുതി? ഓഫീസിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നീ എന്താ അത് കേൾക്കാത്തത്? അല്ല, നീ അയാളുടെ ചീത്ത വീണ്ടും കേൾക്കാനാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. അതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? അയ്യോ എൻ്റെ അമ്മായി, ഞാൻ അയാളെ കാണാനൊന്നും പോകുന്നതല്ല. അവിടെ ഞാൻ എൻ്റെ ഒരു സാധനം മറന്നു വെച്ചു, എൻ്റെ കൃഷ്ണ വിഗ്രഹം.
അതാ ഞാൻ പറഞ്ഞ ശ്രുതി, നിനക്കേ മറവി രോഗിയാണെന്ന്. എന്താ അതിനെ പറയുന്നത്? അന്വേഷിയോ? ഓ, എന്തെങ്കിലും ആവട്ടെ. നീ ഇപ്പം അതെടുക്കാനായിട്ട് പോണോ അമ്മായി? എനിക്കല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഇന്ന് സൺഡേ അല്ലേ, ഇന്ന് ആ കടലമിഠായി അവിടെ ഉണ്ടാവില്ല, ആ സ്റ്റാഫുകൾ ആരും ഉണ്ടാവില്ല, പിന്നെ സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അയാളെ കണ്ട് ഞാൻ അവിടുത്തെ വിഗ്രഹം എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരും. അതിന് യാതൊരു തടസ്സവുമില്ല. നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ലെന്നേ. എന്നെ പോകാൻ അനുവദിക്കണം. ആ കൃഷ്ണ വിഗ്രഹം എടുത്തില്ലെങ്കിൽ ആകെ ശരിയാവില്ല ചേച്ചി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രീതിയാണെങ്കിൽ ശരി, നീ പോയിട്ട് വാ, സൂക്ഷിക്കണേ ശ്രുതി. ചേച്ചി പേടിക്കണ്ട ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആരും അവിടെ ഉണ്ടായില്ല. വിഗ്രഹം എടുത്തിട്ട് ഞാൻ നേരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരും. ശരി, എന്ന് ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പോവുകയാണ്. ശ്രുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ആകെ ടെൻഷൻ തോന്നിയുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്യാമിൻ്റെ തല ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഞ്ജലി. അപ്പോൾ അഞ്ജലി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാണ് ശ്യാമിൻ്റെ തല ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്യാം ചോദിക്കുകയാണ്, എന്താ എൻ്റെ രാജകുമാരി എന്തോ ആലോചനയിലാണല്ലോ, എന്തു പറ്റി? അത് പിന്നെ ഞാനേ കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചതാണ്. എന്തിനാ ഇപ്പം കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുന്നത്? അതിൻ്റെ വരെ കാര്യമുണ്ടോ? ഉണ്ടെന്നേ, പാവം, അവൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ ഞാനിതെല്ലാം ചെയ്തു കൂട്ടിയത്. അതെ, അതാണൊരു മനസ്സമാധാനം. ചേട്ടനൊരു ഇല്ലായിരുന്നെങ്കിൽ, ചേട്ടൻ ഈ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ്റെ സങ്കടം എനിക്ക് കാണേണ്ടി വന്നാനായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ ടെൻഷനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിൽ ആരോ വന്ന് കൊട്ടുന്നത്. അപ്പം അഞ്ജലി കഥക് തുറക്കുകയാണ്. കഥ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞൻ, നീ എന്താ കുഞ്ഞ, എന്താണ് നിൻ്റെ മുഖത്ത് പതിവില്ലാതൊരു തെളിച്ചം? അത് പിന്നെ ഏട്ടാ, ചേട്ടന് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. കൊള്ളാലോ. ഇത് കൈക്കൂലിയാണോ അല്ലെങ്കിൽ ഇനി വല്ല ഇത് ഫീസാണോ? രണ്ടുമല്ല, ഇത് ഏട്ടനുള്ള ഗിഫ്റ്റാണ്, തുറന്നു നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് തുറന്നു നോക്കിയാണ്. തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിൽ 2 വാച്ച്. കൊള്ളാലോ, 2 പേർക്കും വാച്ചുണ്ടല്ലോ. ഇത് ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. അഞ്ജലി, ഇതൊന്ന് നോക്കി എന്നും പറഞ്ഞുകൊണ്ട് 2 പേരുടെയും കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കൊടുക്കുകയാണ് വാച്ച്. കുഞ്ഞാ, ഒരു സന്തോഷ വർത്താനം ഉണ്ട് കേട്ടോ. സന്തോഷ വർത്താനോ? എന്താ? അതെ, മുത്തശ്ശി കാര്യത്തിന് സമ്മതിച്ചു. നിന്റെ അളിയൻ സമ്മതിപ്പിച്ചു. ഇത് കേട്ട ശ്യാമിന് ഈ കുഞ്ഞിന് ഭയങ്കരയേറെ സന്തോഷം തോന്നുകയാണ്. ആണോ, മുത്തശ്ശി സമ്മതിച്ചോ? സമ്മതിച്ചു. അല്ല കുഞ്ഞ, നീ ഇതെങ്ങോട്ട് പോകുന്നു? അത് പിന്നെ ചേച്ചി, എനിക്ക് ഓഫീസിൽ ചില വർക്കുകളുണ്ട്. കുഞ്ഞാ, ഇന്നാലും ഞായറാഴ്ചയല്ലേ? ഇന്ന് ഓഫീസിൽ പോകേണ്ട കാര്യമുണ്ടോ? എനിക്കെന്ത് ഞായറാഴ്ച ഹോളിഡേ? അങ്ങനെയൊന്നും യാതൊരു ഇതില്ല. എനിക്ക് ഓഫീസിൽ പോയി ചില വർക്കുകളെല്ലാം തീർക്കണം. തീർത്തിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് എനിക്കിന്ന് പോയേ മതിയാവുള്ളൂ. ഏതായാലും നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടല്ലോ, ഞാനേതായാലും പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഇറങ്ങി പോകുന്നത്. അപ്പം അഞ്ജലി ഈ ശ്യാമിനോട് പറയാണ്, കണ്ടില്ലേ കുഞ്ഞിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? പക്ഷേ എന്നാലും ലാവണ്യയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. ഈ ലാവണ്യയും അതേപോലെ തന്നെ മുത്തശ്ശിയും ഒത്തുപോകുന്ന ഇതൊന്നും അല്ല. ലാവണ്യ കുറച്ച് ടഫാണ്. ആയ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട എൻ്റെ രാജകുമാരി, എല്ലാം സോൾവ് ആകുമെന്നേ എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ ചേർത്ത് പിടിക്കുകയാണ് ശ്യാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിൻ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് കാറിൽ നിന്ന് നേരെ ലാവണ്യെ വിളിക്കുകയാണ്. അപ്പോൾ ലാവണ്യ കോൾ എടുത്തിട്ട്, എന്താ സർ, എന്താ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, താനെന്ത് എവിടെയാണ്? ഞാൻ വീട്ടിൽ. എനിക്കാകെ ടെൻഷനായി നിൽക്കുകയാണ്. എന്തിനാ ടെൻഷൻ? അല്ല, ഇവിടെ ഇപ്പോൾ വീട് മാറാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ വീട് കാലിക്ക് കൊടുക്കണം. അതിനു മുമ്പ് തന്നെ വേറൊരു വീട് കണ്ടെത്തണം. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എത്രയും പെട്ടെന്ന് വീട് മാറണം. സാർ, എവിടെയെങ്കിലും ഒരു വീടുണ്ടെങ്കിലും ഒന്ന് പറയണേ എന്നൊക്കെ ഇങ്ങനെ ലാവണ്യ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, അതൊക്കെ വഴി ഉണ്ടാക്കാം. താനേ ഏതായാലും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചോളണം. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെക്കാനോ? അതെ, ആ വീട്ടിൽ നിന്ന് ഇന്ന് തന്നെ ഇറങ്ങണം. ഇന്ന് തന്നെയോ? അപ്പോൾ വേറെ വീട് കണ്ടെത്തിയോ? വേറെ വീട് കണ്ടെത്തിയില്ലല്ലോ. ഏതായാലും ലാവണ്യ താമസിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലാണ്. സാർ എന്താ പറയുന്നത്? ഞാൻ നിൻ്റെ വീട്ടിൽ താമസിക്കാനോ? അതേന്നേ, എൻ്റെ വീട്ടിൽ താമസിക്കാനായിട്ട്. അത് പിന്നെ എന്താ, എൻ്റെ വീട്ടിൽ താമസിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് കേട്ടാൽ മതി. ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. ഇന്നു മുതൽ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ വീട്ടിലായിരിക്കും താമസിക്കാനായിട്ട് പോകുന്നത്, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ ലാവണ്യയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ലാവണ്യയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അശ്വിൻ നേരെ ഓഫീസിലേക്ക് എത്തുകയാണ്. ഓഫീസിൽ
ആരോട് എന്തൊക്കെയോ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നേരെ ശ്രുതി ഇരുന്ന ടേബിൾ കാണുകയാണ്. ആ ടേബിൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ ഓർമ്മകളാണ് തികട്ടി വരുന്നത് നമ്മുടെ അശ്വിന് വല്ലാത്തൊരു ഫീലിംഗ് തോന്നുകയാണ് ശ്രുതിയുടെ ആ ടേബിൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് എന്താ സാർ എന്തെങ്കിലും നോക്കി നിൽക്കുന്നു സാർ, ആ ടേബിൾ പുറത്ത് എന്തായിരിക്കുന്നത്? അത് നമ്മുടെ ശ്രുതി മേഡം വെച്ച കൃഷ്ണ വിഗ്രഹമാണ്. എങ്കിലേ ആ വിഗ്രഹം എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിലെത്തിക്കാനായിട്ട് നോക്ക് സാർ. ഇന്ന് സൺഡേ അല്ലേ സാർ, നാളെ എത്രയും പെട്ടെന്ന് എത്തിച്ചോളാം സാർ. ഓക്കെ, എങ്കിൽ അതെടുത്ത് മാറ്റിക്കോ. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ആ കൃഷ്ണ വിഗ്രഹം എടുത്ത് മാറ്റുകയാണ്. എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് നമ്മുടെ അമ്മായിയെ കാണുകയാണ്. അമ്മായിയെ ശ്യാമ വിളിച്ചിരിക്കുകയാണ്. എന്താ ശ്യാമോനെ ഇത്, നീ ഇപ്പം വരാ, ഇന്ന് വരാ, നാളെ വരാ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇത് എത്ര ദിവസമായി, ഇങ്ങോട്ടൊരു വിളി പോലും ഇല്ല. എന്താ നിനക്കെന്ത് ഇത്രമാത്രം തിരക്കാണെന്ന് ചോദിച്ചപ്പോഴേക്കും അതേ അമ്മായി കുറച്ച് തിരക്കായി പോയി. അല്ല ഞാൻ ചോദിച്ചതേ, ഇവിടെ ഈ വീട്ടിൽ നിന്ന് കുടുംബത്തിലൊരാൾ പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നതേ. അതുകൊണ്ടാ ഇപ്പം നിന്നോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കാനുള്ള കാരണം. എത്രയും പെട്ടെന്ന് തിരിച്ചു വരണേ. ആ തിരിച്ചു വരും, ഇതിലെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരും. അല്ല ശ്രുതി എവിടെ അമ്മായി? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഓഫീസിലേക്ക് പോയി. ഓഫീസിലേക്കോ? അതിനാ ഓഫീസിലേക്ക് പോയത്? അത് പിന്നെ ഒന്നും പറയണ്ട എൻ്റെ ശ്യാമോനെ. അവളുടെ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട്. ആ കൃഷ്ണവിഗ്രഹം ആ ഓഫീസിൽ വെച്ച് മറന്നുപോയെന്ന് അവൾ പറഞ്ഞത്. അതെടുക്കാനായിട്ടാണ് അവൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. അതെടുക്കാൻ വേണ്ടി പോയോ? അതെ. അപ്പോൾ ഈ ശ്യാമിന് ആകെ ടെൻഷൻ തോന്നിക്കണം. ദൈവമേ, അശ്വിന് അങ്ങോട്ട് പോയിരിക്കുകയാണല്ലോ. ആ ശരി അമ്മായി, എന്നാൽ പിന്നെ ഞാൻ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വരുന്നു അഞ്ജലി. അപ്പോൾ അഞ്ജലി ഒന്നും ചോദിച്ചില്ല. അതിനു മുമ്പ് തന്നെ അശ്വിൻ പറയുകയാണ്, എൻ്റെ ഒരു ക്ലയൻ്റാണ് വിളിച്ചതെന്നും പറയുകയാണ്. ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലിയും തലകുലുക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയാണെങ്കിൽ നേരെ ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒറ്റ മനുഷ്യരില്ല. അശ്വിനാണെങ്കിൽ കേബിൾ കയറിയിരിക്കുന്ന കാര്യം നമ്മുടെ ശ്രുതിക്ക് അറിയാനും പാടില്ലല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ എന്തിനിങ്ങനെ പേടിക്കുന്നത്? ശ്രുതി, നീ പേടിക്കരുത്, ധൈര്യമായിട്ടിരിക്കണം. നീ ഇവിടുത്തെ സ്റ്റാഫല്ലല്ലോ, നിന്റെ കൃഷ്ണ വിഗ്രഹം എടുക്കാൻ വേണ്ടി വന്നതല്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അങ്ങനെയും പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ അകത്തേക്ക് കയറിയിട്ട് ആ ടേബിളിൻ്റെ അരിയിലേക്ക് ചെല്ലുകയാണ്. ദൈവം, ഇവിടെ ഒരൊറ്റ ആളില്ലാതെ നന്നായി. ഇന്ന് ആ കടലിമിട്ടേയും കാണണ്ടല്ലോ, ഇന്ന് സൺഡേ അല്ലേ. അല്ല, ഇത് സെക്യൂരിറ്റി ചേട്ടനെയും കാണുന്നില്ലല്ലോ. എവിടെയെങ്കിലും ആവട്ടെ, എൻ്റെ കൃഷ്ണവിഗ്രഹം എടുത്തിട്ട് പെട്ടെന്ന് പോകണം. അങ്ങനെ ടേബിളിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വിഗ്രഹം കാണാനില്ല. അങ്ങനെ നമ്മുടെ അശ്വിൻ വരികയാണ്. അപ്പോൾ അശ്വിൻ കേബിളിൽ നിന്ന് പുറത്തിറങ്ങി. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നമ്മുടെ അശ്വിന്. അപ്പോൾ അശ്വിൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നേരിക്കുന്നു ശ്രുതിയെ കഴിഞ്ഞപ്പോഴേക്കും അന്തം വിട്ട കുന്തം പോലെ നിൽക്കുകയാണ് അശ്വിൻ. അപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് മോളെ ശ്രുതി എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ചേട്ടാ, എൻ്റെ കൃഷ്ണവിഗ്രഹം ഞാനിവിടെ വെച്ച് മറന്നുപോയായിരുന്നേ, അത് കാണാനില്ല. കൃഷ്ണവിഗ്രഹം അല്ലേ, അത് സാറ് പറഞ്ഞേ മോളുടെ വീട്ടിലെത്തിക്കണമെന്ന്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എത്തിക്കാനുള്ള ആളുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോൾ നിൽക്കുന്ന സാറ്. ശ്രുതിക്ക് ആകെ കണ്ടപ്പോൾ പേടി തോന്നുകയാണ്. അപ്പോൾ ദൈവമേ, ഇതെന്താ കടലമിട്ടായോ, ഇയാൾ സൺഡേ ആയിട്ട് എന്താ ഇവിടെ? നമ്മൾ ധൈര്യം സംഭരിച്ചിട്ട് നിൽക്കണം. അപ്പോൾ ചേട്ടാ, എനിക്ക് ആ വിഗ്രഹം ഒന്ന് വേണമായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ അശ്വിൻ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ശ്രുതി എൻ്റെ ക്യാബിനിലേക്ക് വന്നേ, എനിക്ക് തന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് എന്നും പറയുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ ഞെട്ടിയൊരവസ്ഥയിൽ. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.